പ്രൊഫസർ സ്റ്റാൻലി, ഞാൻ മനസ്സിലാക്കുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് മത്സരിക്കുകയാണ്. സനാതന മൂല്യങ്ങളെ എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം, അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഇത് കട്ടിംഗ് സൗത്തുമായിട്ടും ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സനാതനത്തെ ഇല്ലാണ്ടാക്കിയാലേ കട്ടിംഗ് സൗത്ത് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ടുള്ള അല്ല, കേരളത്തിൽ ഇപ്പോ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മതേതര ദഫ് മുട്ട് പോലും സംഘടിപ്പിച്ചല്ലോ. ദഫ്മുട്ടുണ്ട്, ബിരിയാണി ഉണ്ട്, മദ്യമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരു വലിയൊരു കാര്യം, നിങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തില് ജോലി ചെയ്യണമെങ്കിൽ ആ മതത്തിലെ വിശ്വാസിയായിരിക്കണം. ആ മതത്തിലെ വിശ്വാസിയും പ്രാക്ടീസും ഇല്ല, നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ അവിടുന്ന് പുറത്താക്കും. അതുപോലെ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ഓഫീസുകളിൽ അവരുടെ മീഡിയയിലോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലാതെ നിങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങളിലോ അവരുടെ പരിപാടിയിലോ ജോലി കിട്ടത്തില്ല. ലിബറൽ വോക്ക് ഫെമിനിസ്റ്റ് ആ ടൈപ്പ് ആൾക്കാരുടെ സംവിധാനങ്ങളിൽ LGBT അതെങ്കിലും അതിനോട് യോജിക്കുന്നവരായിരിക്കും. പക്ഷേ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് അങ്ങനെയൊന്നുമില്ല. നിർഭാഗ്യവശാൽ ആർക്കും ജോലി ചെയ്യാം, ഏത് മതക്കാരനും ജോലി ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ സംവരണമുണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും സംവരണമുണ്ട്. ഈ സനാതന ധർമ്മത്തിൽ നിന്നും ക്രിസ്ത്യൻ, മുസ്ലിം, കമ്മ്യൂണിസ്റ്റ്, ലിബറൽ ഈ മതങ്ങളിലോട്ട് മാറിയവരാണ് ഈ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ സംവരണം ആർക്ക് വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ടോ, അംബേദ്കർ ചെയ്തോ, അവർക്ക് ഇത് കിട്ടുന്നില്ല. കേരളത്തിലെ MP MLA പലരും, ജോസഫ് മണിയൻ, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാര് വേറെ മതത്തിലുള്ളവർ സംവരണ സീറ്റ് അടിച്ചോണ്ട് പോയി. ജോസഫ് മണിയനൊക്കെ ഇപ്പോഴും MP ആണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ച ആള്. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ സീതാറാം യെച്ചൂരി മതം ഏതാന്ന് ആർക്കെങ്കിലും അറിയാവോ? ഞാൻ പറയേണ്ടതില്ലല്ലോ ഏത് മതമായിരുന്നു എന്നുള്ളത് നാട്ടുകാരെല്ലാം ഈയിടെ കണ്ടതാ കഴിഞ്ഞ ദിവസം. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ആന്ധ്രയിൽ നിന്നുള്ള ആളും കൂടിയാ, ഒന്ന് ഓർത്തോളുക എങ്ങനെയാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി അധികം ആൾക്കാരെ ഇന്ത്യയില് രഹസ്യ മതപരിവർത്തനം നടത്തിയിട്ട് പഴയ മതത്തിൽ നിന്നുകൊണ്ട് ഒരു കുളയട്ടയെ പോലെ അവിടുത്തെ ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ ഊറ്റി കുടിക്കുകയാണ്. ഞാൻ ഇതിന് കൃത്യമായിട്ട്, ഞാൻ 32 വർഷമായിട്ട് BJP ഉള്ള ആളാണെങ്കിലും ഞാൻ പറയുന്നു, കഴിഞ്ഞ 10 വർഷം ഒരു നിയമം പോലും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമം പോലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പാർട്ടി നേതൃത്വമാണ് ഉത്തരം പറയേണ്ടത്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വം തകരും. കാരണം അതതിന്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം കളിച്ച് ക്ഷേത്രത്തിന്റെ അകത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വരെ കൈവച്ചു കഴിഞ്ഞു. അപ്പൊ ഹിന്ദുത്വത്തെ സംരക്ഷിക്കാനും ഹിന്ദുക്കളെ സംരക്ഷിക്കാനും ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നടപടികൾ അതിശക്തമായ രീതിയിൽ പാർലമെന്റ് എടുക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു NDAക്ക്. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യായിരുന്നു, ചെയ്തില്ല. 400 കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു, ഇപ്പൊ 240 കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ നടപടികൾ ഇതിന് അനുകൂലമായിട്ട് വേണം. കാരണം ഇതിന്റെ ഒരു ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രതികാര നടപടിയോ ഒന്നുമല്ല, ചുമ്മാ ഇരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് പൊള്ളിക്കുക. അതായത് സമാധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിലെ പരിപാടിയിൽ ആ മതത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടുത്തെ പ്രസാദം അലങ്കോലപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഈ അടുത്തത് വരാൻ പോകുന്നത്, ഈ പൂജ ചെയ്യുന്നവരിൽ എത്ര പേര് ഹിന്ദുക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ആന്ധ്രയിലൊക്കെ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നതിലും അവിടുത്തെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. നമ്മളറിയാവുന്ന, നമ്മൾ കണ്ടില്ലായിരുന്നോ ഒരു കേരളത്തിലെ ഒരു പ്രധാന തന്ത്രിയുടെ റിലേറ്റീവ് ഷഡ്ഡിയുടെ എലാസ്റ്റിക്കും തലയെ കെട്ടിക്കൊണ്ട് ശബരിമല സമരം ഉഴപ്പുന്നത് നമ്മൾ കണ്ടതാ കേരളത്തിൽ. അതുകൊണ്ട് അതിന്റെ അപ്പുറമാണ് തമിഴ്നാടും കർണാടകവും ഒക്കെ. അല്പമെങ്കിലും ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാന്യമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലം കർണാടകം മാത്രമാണ്. അതും എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. ഇവിടെയാണ് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടും ഹിന്ദുത്വം അല്പമെങ്കിലും സുരക്ഷിതമാണെന്ന് പറയുന്ന ഒരു സ്ഥലം. മറ്റ് സ്ഥലങ്ങൾ ഒക്കെ മേ ബി ഒറീസയും ഒരു പരിധി വരെ ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം വൻതോതിലുള്ള ആക്രമണം, അനാവശ്യമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എമർജൻസി ആയിട്ട് നിയമം കൊണ്ടുവരണം. കാരണം ഇപ്പോ ഉള്ള നിയമങ്ങൾ ഹിന്ദുക്കളെയോ അമ്പലത്തെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അഭിമാനത്തെയോ രാജ്യത്തെയോ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല. ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കൊന്നും ശിക്ഷയില്ല. അതില് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ല. ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്ന പുതിയ ന്യായ സംഹിതയുണ്ട്. ആ പുതിയ ന്യായ സംഹിതയിലും ഹിന്ദുക്കൾക്ക് നീതിയില്ല. ആ പുതിയ ന്യായ സംഹിതയിലും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇതാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ധിക്കാരപരമായ സമീപനം പലരിൽ നിന്നും ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ,
ഒറ്റയൊരു കാര്യം, മുസ്ലിങ്ങളുടെ നോയമ്പ് അവര് എടുക്കുന്നത് പകല് നോയമ്പെടുക്കും, രാത്രി ഭക്ഷണം കഴിക്കും. ഇന്ത്യയിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ അവർക്ക് പകല് ഭക്ഷണം കൊടുക്കാൻ? നടക്കുകയില്ല. അല്ലെങ്കിൽ അവർ ഹലാൽ അല്ലാത്ത ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ധൈര്യമുണ്ടോ? നടക്കുകയില്ല. ക്രിസ്ത്യാനിയുടെ നോയമ്പിന്റെ ആദ്യം ഇപ്പൊ ഞാൻ 50 നോയമ്പ് എടുക്കുന്നു. ആ 50 നോയമ്പിന്റെ സമയത്ത് എനിക്ക് ഇറച്ചിയോ മദ്യമോ തരാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഹിന്ദുവിന്റെ നോയമ്പിനെ അധിക്ഷേപിക്കുകയോ അലങ്കോലപ്പെടുത്തുകയോ അവന്റെ പ്രസാദം അലങ്കോലപ്പെടുത്തുകയോ ചെയ്യാം. കാരണം നിയമപരമായിട്ട് ഒരു ശിക്ഷയില്ല. കോടതിയിൽ നിങ്ങൾ വെറുതെ വിടും. ആ ധൈര്യത്തിലാണ് ഇത് ചെയ്യുന്നത്. Yes. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേന്ദ്ര ഗവൺമെന്റിനോ കേന്ദ്രം ഭരിക്കുന്ന BJP നേതാക്കന്മാർക്കോ ഈ 10 വർഷം ഇല്ലാണ്ട് പോയതിലുള്ള ദുഃഖം രേഖപ്പെടുത്തും. അത് Yes. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും.